ബജറ്റിൽ റെയിൽവേ പദ്ധതികളിലും കേരളത്തോട് കടുത്ത അവഗണന. പുതിയ ട്രെയിനുകളും പാതകളുമില്ല. ആർബിയുമായുള്ള ത്രികക്ഷി കരാർ ഉണ്ടാക്കിയാൽ ശബരി റെയിൽപാത പരിഗണിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ റെയിൽവേ വികസനവും പുതിയ പദ്ധതികളും ബജറ്റിലില്ല. കേരളത്തിന് 3042 കോടി രൂപ കേന്ദ്ര വിഹിതം റെയിൽവേ വികസനത്തിനായി മാറ്റിവെച്ചുവെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ദില്ലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടത്. എന്നാൽ പുതിയ പാതകളോ ട്രെയിൻ സർവീസുകളോ പ്രഖ്യാപനത്തിലില്ല. കേരളത്തിന് പുതിയ വന്ദേ ഭാരത്, അമൃത് ഭാരത്, നോൺ AC കോച്ച്, ഫ്ലൈ ഓവർ, അണ്ടർപാസ് തുടങ്ങിയ വികസന പദ്ധതികളൊന്നും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കേരളം 3 പതിറ്റാണ്ടായി ആവശ്യപ്പെടുന്ന ശബരി റെയിൽപാതയും ഇത്തവണയും തഴയപ്പെട്ടു. RBIയുമായി ചേർന്നുള്ള ത്രികക്ഷി കരാർ ഉണ്ടാക്കിയാൽ മാത്രമേ പരിഗണിക്കൂ എന്ന നിലപാടിലാണ് കേന്ദ്രം. Sabri Rail I've already informed in the past. We have requested the state government to sign that tripartite between state and center and RBI. They haven't yet reverted. ആകെ 100 അമൃത് ഭാരത് ട്രെയിനുകൾ, 200 വന്ദേ ഭാരത്, 1000 ഫ്ലൈ ഓവർ, അണ്ടർപാസ് എന്നിവയടക്കം ബജറ്റിൽ അനുവദിച്ചായി കേന്ദ്രമന്ത്രി അറിയിച്ചു. കേരളത്തിലൂടെ ഓടുന്ന 2 വന്ദേ ഭാരത് എക്സ്പ്രസുകൾക്ക് മികച്ച പ്രതികരണമുണ്ടെന്ന് പറയുമ്പോഴും പ്രഖ്യാപിച്ചവയിൽ ഒന്നുപോലും കേരളത്തിനില്ല. പാതയെട്ടിപ്പിക്കൽ യാഥാർത്ഥ്യമായാലേ പുതിയ ട്രെയിനുകൾ അനുവദിക്കാനാവൂ എന്നാണ് റെയിൽവേ മന്ത്രിയുടെ വിശദീകരണം. കൈരളി ന്യൂസ്, ദില്ലി.